NSS SNDP പരസ്യ പ്രതിഷേധത്തിലായി കോൺഗ്രസും UDFും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇരു സാമുദായിക നേതാക്കളും നടത്തിയ വിമർശനം രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്നാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പറയുന്നത്. സതീശനെ പരസ്യമായി പിന്തുണയ്ക്കാൻ തയ്യാറാകാതെ ലീഗ് ഒഴികെയുള്ള UDF നേതാക്കൾ സൂക്ഷ്മത പാലിക്കുന്നതും ഇക്കാര്യത്തിൽ ശ്രദ്ധേയമാണ്. അതേസമയം ജാതി മത സമുദായങ്ങൾ ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന് പ്രതിപക്ഷ നേതാവ് വർഗീയതയ്ക്ക് ഒപ്പമാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇരു സമുദായ നേതാക്കളും നടത്തിയ വിമർശനം രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് UDFിന്റെ വിലയിരുത്തൽ. തുടർഭരണം പ്രതീക്ഷിക്കുന്ന ഇടതുമുന്നണിയിൽ ജനങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കുന്നുവെന്നും സാമുദായിക നേതാക്കൾ തിരിച്ചറിയുന്നുണ്ട്. പ്രതിപക്ഷത്തെ സാമുദായിക നേതാക്കൾ വിശ്വാസത്തിൽ എടുക്കുന്നുമില്ല. അടി കിട്ടും, ഒരു സംശയമില്ല. ഇങ്ങനെ മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് അടി കിട്ടും. അത് കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരാരും യോഗ്യരല്ല. ഇപ്പോൾ വരാൻ പോകുന്നത് എന്നാന്ന് കണ്ടറിഞ്ഞു. എന്താ അതൊക്കെ ഈ തരത്തിലാണ് കയ്യിലിരിപ്പെങ്കിൽ അത് അവരുടെ ഫലം അനുഭവിക്കും. നിലപാട് എൻ്റെ പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ. നിലപാടിൽ നിന്ന് മാറ്റുന്ന ഒരു പ്രശ്നമില്ല. 2 പ്രാവശ്യം ഇപ്പോൾ ഈ ഗവൺമെൻറ് ഭരിച്ചു. മൂന്നാമതും വരാനുള്ള സാധ്യതയാണ് ഇപ്പോഴും ഞാൻ കാണുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണങ്ങൾ പലതും പ്രകോപനത്തിന് വഴിവെച്ചെന്നാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ. സതീശനെ പരസ്യമായി പിന്തുണയ്ക്കാൻ തയ്യാറാകാതെ ലീഗ് ഒഴികെയുള്ള UDF നേതാക്കൾ സൂക്ഷ്മത പാലിക്കുന്നതും ഇക്കാര്യത്തിൽ ശ്രദ്ധേയമാണ്. അതേസമയം ജാതിമത സമുദായങ്ങൾ ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്നും പ്രതിപക്ഷ നേതാവ് വർഗീയതയ്ക്ക് ഒപ്പമാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും വ്യക്തമാക്കി. പ്രാഥമികമായിട്ട് വിശകലനം ചെയ്താൽ എല്ലാ സാമുദായിക വിഭാഗങ്ങളും മതവിഭാഗങ്ങളും എല്ലാം ഐക്യപ്പെട്ട് സാഹോദര്യത്തോടെ മുന്നോട്ടേക്ക് പോവുകയാണ് വേണ്ടത്. സംഘർഷാത്മകമായ ഒരു സാഹചര്യമല്ല ഉണ്ടാവേണ്ടത് എന്ന് തന്നെയാണ് CPIM കാണുന്നത്. പക്ഷേ ഈ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം തുടരും. അങ്ങനെ ആ പോരാട്ടത്തിൽ മരിച്ചു വീണാൽ വീരാളിപ്പെട്ട് പൊതിച്ച് കിടക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചേർന്നുകൊണ്ടാണല്ലോ ഈ വീരാളിപ്പെട്ട് പോകേണ്ടത്. അതിന് ഇതുവരെ ഉറച്ച ഒരു ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ. RSSകാരൻ്റെ മുമ്പിൽ പോയിട്ട് വഴങ്ങി എന്നുള്ളതിനും മറുപടി പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് മുമ്പോട്ടേക്ക് പോകുന്നതിനെ അത് ഇനിയും തുടരും എന്നാണ് പറയുന്നത്. പിന്നെ എന്ത് വർഗീയതക്കെതിരായ പോരാട്ടം? വർഗീയതയുടെ ഒപ്പമാണ്. അത് RSS ആയാലും BJP ആയാലും അതുപോലെ തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ആയാലും SDP ആയാലും അതിൻ്റെ എല്ലാം ഒപ്പം ചേർന്ന് നിൽക്കുകയാണ്. എന്നിട്ട് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.